നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ബ്രെഡും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ. നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 നുള്ളു ഉപ്പോട് ചേർത്തിട്ട് ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇത് ബൈൻഡിങ്ങിനായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാഷ്യൂനട്ടോ അതല്ലെങ്കിൽ ബദാമോ ഏതും ചേർത്ത് കൊടുക്കാം. പക്ഷേ കാഷ്യൂനട്ടോ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ബദാം ചേർത്ത് കൊടുത്തു. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റൈസിൻസും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. രണ്ടും നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് ചെറീസാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയിൽ ആ വെള്ളമയം ഒന്ന് നന്നായിട്ട് പോകണം. പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റ് ചെയ്ത് വരികയും വേണം കേട്ടോ. നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രം താഴെ നല്ല പോലെ ഒന്ന് നെയ്യൊന്ന് തടവി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം നമ്മളിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അത് തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലും ബ്രെഡ് തന്നെ ഇതുപോലെ തന്നെ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ മുകൾ ഭാഗവും നമ്മളിത് കവർ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വെക്കുക. അപ്പോൾ നമുക്കിതിൽ കറക്റ്റ് ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ എണ്ണം പറയാൻ പറ്റില്ല. എനിക്കിവിടെ ഒരു 16-17 വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ചിലപ്പം നിങ്ങൾക്ക് എടുക്കുന്ന ബ്രെഡിൻ്റെ ആ ഇതിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു മുട്ടയുടെ കൂട്ടത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പം ചെയ്തതൊക്കെ നമ്മൾ തീ ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇനിയാണ് നമ്മൾ തീയുടെ മുകളിൽ വെക്കണേ. അപ്പം നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ ഒരു പാത്രം വെച്ചിട്ട് വേണം ഇത് മുകളിലായിട്ട് വെക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കേടായ ഒരു പാന് താഴെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാത്രം വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കേണ്ടി വരും. വെന്ത ശേഷം നമ്മൾ ഈ സൈഡ് ഭാഗങ്ങൾ നോക്കുമ്പോൾ അത് ആ ഭാഗത്തൊക്കെ സെറ്റായി വരണം. അതാണ് കേട്ടോ അതിൻ്റെ കണക്ക്. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യണം, മറ്റേ ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു പാത്രം എടുക്കുക. അതിലേക്കൊന്ന് നെയ്യൊന്ന് തടവിന് ശേഷം ആ ഭാഗം കൂടെ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പണി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. നമ്മുടെ തേങ്ങാബണ്ണൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ഈസിയായ മെത്തേഡിൽ ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു ഐറ്റം. അപ്പം ഇതിക്ക് നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ചെറീസിന് പകരമായിട്ട് കേട്ടോ. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ചെറീസ് ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് മധുരം ചേർക്കേണ്ട ആവശ്യം വരില്ല. അതിൽ കുറച്ചൊരു ലിക്വിഡ് ടൈപ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.